അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നഫാഫി എന്ന യൂട്യൂബ് ചാനൽ ഹൃദ്യമായി സ്വാഗതിച്ചു. 3ാം ക്ലാസ്സിലേക്ക് പുതുതായി തയ്യാറാക്കിയ ലിസാനുൽ ഖുർആനിന്റെ 6ാം ചാപ്റ്ററാണ് വായിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള ചാപ്റ്ററുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അമാമൽ മാഇദ, സുപ്രക്ക് മുന്നിൽ എന്നതിന്റെ അർത്ഥം. ഈ ചിത്രത്തിൽ നോക്കൂ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുടുംബങ്ങൾ മൊത്തിരിക്കണം. ഇതിൽ അബുണ്ട്. അബിന്റെ അടുത്ത് മകൻ അഥവാ ജാസിർ ഉണ്ട്. ജാസിറിന്റെ ഉമ്മയുണ്ട്. ഉമ്മയുടെ അടുത്ത് സഹോദരിയുണ്ട്. എന്താണ്? അനീസ. അനീസ എന്ന സഹോദരിയുമുണ്ട്. ഇവരെ പിന്നിൽ ഒരു ടേബിൾ ഉണ്ട്, ഒരു തോവിലത്ത്. അതിന്റെ താഴെ ഒരു ഖിത്തുണ്ട് അഥവാ പൂച്ചുണ്ട്. ആ തോവിലത്തിന്റെ മുകളിൽ ഒരു ബാഖത്തസ്ഹാർ ഉണ്ട്. എന്താ ബാഖത്തസ്ഹാർ? പൂച്ചണ്ടിനെന്ന് പറയാം, ബാഖത്തസ്ഹാർ എന്ന് പറയാം. മുകളിൽ ഒരു മിർവഹത്ത് കറങ്ങുന്നു, അഥവാ ഫാനിന് എന്താ പറയാ, മിർവഹത്ത് എന്നാണ് പറയാം. ഇത് നമുക്ക് വായിക്കാം. കുടുംബക്കാർ ജമാഅത്തായി ളുഹുർ നിസ്കരിച്ചു. ശേഷം ഉമ്മ സുപ്രയിൽ ഭക്ഷണം കൊണ്ടുവന്നു. അവരെല്ലാവരും കൈ കഴുകിയതിന് ശേഷം സുപ്രക്ക് മുന്നിൽ ഇരുന്നു. ജലസൽ അബൂ ഫി യമീനി ജാസിരി, ഉപ്പ ജാസിറിന്റെ വലതുഭാഗത്താണ് ഇരുന്നത്. അപ്പോ ഇവിടെ ഓരോ ജിഹത്തുകളാണ് അഥവാ ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. യമീൻ എന്നാൽ എന്താ? വലതുഭാഗം. വലതുഭാഗത്ത് എന്താ പറയാ? യമീന്. ഫീ ഷിമാലിഹി ഉമ്മുഹു വ ഉഖ്തുഹു അനീസ, ഉമ്മയും സഹോദരി അനീസയും അവന്റെ ഇടതുഭാഗത്തും ഇരുന്നു. ഷിമാലാണ് പറയാം. എന്താണ് ഷിമാല്? വഖാലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബദഉൽ അക്ല, പിന്നെ അവർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. ഉനാക ബാഖത്തു സുഹാരിൻ അല ത്വാവിലത്തി വറാഅൽ അബി, അവയുടെ ഉപ്പയുടെ പിറകിലെ മേശയിൽ ഒരു പൂച്ചണ്ടി ഉണ്ടായിരുന്നു. ഒരു പൂച്ച വന്ന് മേശക്ക് ചുവടെയിരുന്നു. നോക്കൂ, തഹ്ത് ചുവട എന്നുള്ളതാണ് എന്ത് പറയാ, തഹ്ത് എന്ന് പറയാം. കാനത്തിൽ മിർവഹത്തു തദൂറു ഫൗഖഹും, അവർക്ക് മുകളിൽ ഒരു ഫാന് കറങ്ങുന്നുണ്ടായിരുന്നു. ബഅദൽ നക്ലി ഖാലു അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, ഭക്ഷണത്തിന് ശേഷം എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. എന്നർത്ഥം അറിയോ? അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദി അത്അമനി ഹാദാ വറസഖനീഹി, എനിക്ക് ഭക്ഷണം നൽകിയ അല്ലാഹു. മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, എന്റെ ശക്തിയും കഴിവും കൂടാതെ തന്നെ അള്ളാഹു എനിക്ക് ഭക്ഷണം നൽകിയ ആ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന ദിക്റാണ് ഇവിടെ ചൊല്ലേണ്ടത്. എല്ലാവരും ഭക്ഷണത്തിന് ശ്രമിച്ചില്ല. ഇനി നമുക്ക് താഴെ കൊടുത്ത അൽ ലിൽ മുഅല്ലിം എന്ന് വായിക്കാം. അൽ ജിഹാത്തു സിത്തത്തു, 6 ദിശകളാണ് അഥവാ ഭാഗങ്ങൾ. ഖിറാഅത്തു സൂറത്ത് മഅ ഫഹ്മി സിയാഖ്, ചിത്രം നോക്കി മനസ്സിലാക്കാം. അബിന്റെ വലതുഭാഗത്താണ് ആര്? മകൻ ജാസിർ ഇരിക്കുന്നത്. വലഭാഗത്തിന് എന്താ പറയാ? യമീന്. ജാസിറിന്റെ ഇടതുഭാഗത്താണ് ആരൊക്കെ ഇരിക്കുന്നത്? ഉമ്മയും സഹോദരി അനീസയും. അപ്പോ ഇടതുഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഷിമാല്. ഇനി നോക്കൂ, ഫാന് നമ്മളെന്താ പഠിച്ച്? ഫാന് മിർവഹത്ത്. അതുപോലെ മേശക്ക് കോവിലത്ത്. കോവിലത്തിന് മുകളിൽ പൂച്ചണ്ട് എന്ന് പറയാ, ബാഖത്തസ്ഹാർ. പിന്നെ മേശന്റെ താഴെ ഇരിക്കുന്നത് അതെ ഇത്താണ് ഇരിക്കുന്നത്, അഥവാ പൂച്ചയാണ് ഇരിക്കുന്നത്. കുറച്ച് പദങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, നെക്സ്റ്റ് പേജ്. നഖറവ് വായിക്കാം. അമാമൽ മാഇദത്തി, സുപ്രക്ക് മുന്നിൽ. മുന്നിൽ എന്താണ് പറയാ? അമാം എന്നാണ് പറയാ. ഫി യമീന് ജാസിരിൻ, ജാസിറിന്റെ വലതുഭാഗത്ത്. വലതുഭാഗത്ത് എന്താ പറയാ? യമീൻ എന്നാണ് പറയാ. ഈ ഷിമാലിൽ ഉമ്മി, ഉമ്മയുടെ ഇടതുഭാഗത്ത്. എന്താണ് ഇടതുഭാഗത്ത് പറയാ? ഷിമാല്. തഹ്തത്വാവിലത്തി, മേശക്ക് താഴെ. താഴെ എന്താണ് പറയാ? തഹ്ത് എന്നാണ് പറയാ. വറാ അൽ അബി, ഉപ്പയുടെ പിന്നിൽ. പിന്നിൽ എന്താണ് പറയാ? വറാ. ഫൗഖഹും, അവരെ മുകളിൽ. മുകളിൽ നിന്ന് ഫൗഖ് എന്നാണ് പറയാ. ഇനി നോക്കൂ നെക്സ്റ്റ്. നുകമ്മിലു ബി അസ്മാഇൽ ജിഹാത്തി തർജ്മുഹാ കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ ദിശകളുടെ പേരുകൾ പൂർത്തിയാക്കി അതിന്റെ അർത്ഥം എഴുതുക.
അമാമൽ മദ്രസത്തി ബുസ്താനുൻ, ബ്രാക്കറ്റിൽ അമാമ കൊടുത്തിട്ടുണ്ട്, അത് പൂരിപ്പിക്കുക. അങ്ങനെ അമാമൽ മദ്രസത്തി ബുസ്താനുൻ. ഇത് അമാമിന്റെ അർത്ഥം മുന്നിൽ എന്നാണ് അർത്ഥം. മദ്രസയുടെ മുന്നിൽ തോട്ടമുണ്ട്. രണ്ടാമത്തെ വറാ കൊടുത്ത് പൂരിപ്പിക്കാം. പിന്നെ വായിക്കും വറാ അൽ ബൈത്തി ജബലൻ സ്വഗീറുൻ, വീടിന്റെ പിന്നിൽ ചെറിയൊരു മലണ്ട്. അപ്പൊ എന്താ വറാന്റെ അർത്ഥം? പിന്നിൽ എന്നാണ്. അപ്പൊ പിന്നിൽ. 3 നംഷി ഫി യമീനി ഷാരിഇ, അല്ലെ, യമീനി ഷാരിഇ, റോഡിന്റെ വലതുഭാഗത്തിലൂടെ നമുക്ക് നടക്കാം. അപ്പൊ യമീന്റെ അർത്ഥം എന്താണ്? വലതുഭാഗം. 4മത്തത് നബ്സുഖു ഇല ഷിമാലിന, നമ്മുടെ ഇടതുഭാഗത്തേക്ക് നമുക്ക് തുപ്പാം. ഇവിടെ നോക്കൂ, എന്താ ഷിമാല് എന്ന് പറഞ്ഞത്? ഇടതുഭാഗം. 5 യജ്ലിസുൽ ഖിത്തു തഹ്ത ത്വാവിലത്തി, ഖിത്ത് അഥവാ പൂച്ച മേശക്ക് താഴെ ഇരിക്കുന്നു. 6മത്തത് യതീറുൽ ഖുറാബു ഫൗഖൽ ബൈത്തി, വീടിന്റെ മുകളിൽ കാക്ക പറക്കുന്നു. ഇവിടെ ഫൗഖർ എന്താണ്? മുകളിൽ. അമാമ്, വറാ, യമീൻ, ഷിമാല്, തഹ്ത്, ഫൗഖ്. 6 ദിശകളുടെ അറബിയിലെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വർക്ക് നോക്കൂ. നക്തഷ്ഫുൽ ലിദ്ദ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ ഓപ്പോസിറ്റ് എഴുതാനാണ്, വിപരീത എഴുതാം. അമാമ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് വറാ, അല്ലെ? അമാമ് മുന്നിൽ, വറാ പിന്നിൽ. അങ്ങനെ ഓരോന്ന് കണ്ടെത്താം. ഷിമാൽ ഇടതുഭാഗം, ഇടതുഭാഗം എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? വലതുഭാഗം എന്ന് പറയാ യമീനുൻ, എന്താ പറയാ? യമീന്. ഇനി ഫൗഖ്, ഫൗക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫൗക്കിന്റെ അർത്ഥം എന്താ? മുകളിൽ എന്നാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് തഹ്ത് എന്നാണ്. തഹ്ത്തിന്റെ അർത്ഥം അടിയിൽ. ഇനി വറാ, വറാ എന്നാൽ പിന്നിൽ എന്നാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? വറാ പിന്നിൽ. അതിന്റെ പേര് എന്ത് വരും? അമാമ് എന്ന് വരും, മുന്നിൽ, അമാമ്. യമീന് വിപരീതം. യമീന്റെ അർത്ഥം എന്താണ്? വലതുഭാഗം. പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് പറയും ഷിമാലുൻ, ഇടതുഭാഗം എന്ന് പറയാം. എന്താ പറയാ? ഷിമാൽ. ഇനി തഹ്ത്, തഹ്ത്തിന്റെ അർത്ഥം നേരത്തെ പഠിച്ചു. എന്താണ് തഹ്ത്? താഴ്ഭാഗം. അതിന്റെ ഓപ്പോസിറ്റ് എങ്ങനെ വരും? മുകൾ ഭാഗം. എന്താ മുകൾ ഭാഗത്തിന് പറയാ? ഫൗഖ് എന്നാണ് പറയാം. ഇനി ലാസ്റ്റ് നോക്കൂ. ലിൽ മുഅല്ലിം യതഹദ്ദസു ദാരിസൂന ഫീമാ ബൈൻ ബിസ്തിഖ്ദാമിൽ മുഫ്രദാത്തിൽ മുലവ്വന, പഠിതാവ് നിറം കൊടുത്ത പദങ്ങൾ ഉപയോഗിച്ച് അമാമ്, യമീന്, ഷിമാല്, തഹ്ത്, വറാ, ഫൗഖ് ഇതെന്ത് ചെയ്യുക? ഓരോന്നിൽ ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത പേജ് നോക്കൂ. നഫ്ഹമുൽ ജിഹാത്തി വനുകമ്മിലു, ദിശകൾ മനസ്സിലാക്കി പൂരിപ്പിക്കാം. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, മോഡൽ കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടിയുടെ മുകൾ ഭാഗത്തിന് എന്താ പറയാ? ഫൗക്ക് എന്ന് പറയാ. ഫൗക്ക്. മുൻഭാഗത്ത് എന്താ പറയാ? അമാം. താഴ്ഭാഗത്തിന് തഹ്ത്. ഇടതുഭാഗത്ത് എന്താ പറയാ? ഷിമാല്. വലതുഭാഗത്തിന് യമീൻ. അപ്പൊ ഈ കുട്ടി ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം, ഇനിയൊരു കുട്ടി അങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടെത്താം. പിന്നിൽ എന്താ പറയാ? വറാ എന്ന് പറയാം. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോ വലത് കൈ അതാണ്, ഇതപ്പുറത്താണ്, അല്ലെ? അപ്പൊ എന്താ പറയാ? യമീനുൻ. ഇടത് കൈയിന് ഷിമാൽ. വലതുഭാഗത്തിന് എന്താ പറയാ? യമീന്. ഇടതുഭാഗത്തിന് ഷിമാൽ. ഇനി മുകളിലോ? ഫൗഖ് എന്ന് പറയാം. താഴത്ത് തഹ്ത് എന്നാണ് പറയാം. അടിഭാഗത്തിന് എന്താ പറയാ? തഹ്ത്. ഇനി നസ്റു ബിൽ മുനാസിബൈനി കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ 2 എണ്ണം കൊണ്ട് മാച്ച് ചെയ്യാനാണ്. ഒന്നിന് 2 എണ്ണം മാച്ച് ചെയ്യാം. അമാമൽ ബൈത്തി, വീടിന്റെ മുന്നിൽ, നഹറുൻ സ്വഗീറുൻ, ചെറിയൊരു പുഴണ്ട്. അതേപോലെ എന്ത് കൊടുക്കാം? യനാമുൽ വനമു, ആട് ഉറങ്ങുന്നു. അപ്പൊ 2 എണ്ണം മാച്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് നഹറുൻ സ്വഗീറുൻ, മറ്റൊന്ന് യനാമുൽ വനമു. ഇനി നമുക്ക് നോക്കാം. യതീറു ത്വാഇറു, പക്ഷി പറക്കുന്നു. അവിടെ എങ്ങനെ മാച്ച് ചെയ്യാം? ഫൗഖൽ ജബലി, മലയുടെ മുകളിൽ ഒന്ന്. മറ്റൊന്ന് തഹ്ത ഷജറത്തി, മരത്തിന്റെ താഴ്ഭാഗത്തിലൂടെ. അപ്പൊ യതീറു ത്വാഇറു എന്നുള്ളതിന് 2 എണ്ണം മാച്ച് ചെയ്തു. ഒന്ന് ഫൗഖൽ ജബൽ, മറ്റൊന്ന് തഹ്ത ഷജറ. ഇനി മൂന്നാമത്തത് വറാ അൽ ജിദാരി, ചുമരിന്റെ പിന്നിൽ. നമുക്ക് ഇതേപോലെ 2 എണ്ണം മാച്ച് ചെയ്യാം. എന്താണ്? നഹറുൻ സ്വഗീറുൻ, ചെറിയൊരു നദി. മറ്റൊന്ന് യനാമുൽ വനമു, ആട് ഉറങ്ങുന്നു. അപ്പോ വറാ അൽ ജിദാരി 2 എണ്ണം മാച്ച്. ഒന്ന് നഹറുൻ സ്വഗീറുൻ, മറ്റൊന്ന് യനാമുൽ വനമു.
ഇനി അവസാനം യൽഅബുൽ ഇബ്നു മകൻ കളിക്കുന്നു. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടെണ്ണം മാച്ച് ചെയ്യാം. ഒന്ന് ഏതാണ്, ഫൗഖൽ ജബലി പർവ്വതത്തിന്റെ മുകളിൽ. രണ്ടാമത്തത് തഹ്ത ഷജറത്തി മരത്തിന്റെ താഴ്ഭാഗം. യൽഅബുൽ ഇബ്നു എന്ന് രണ്ടെണ്ണം മാച്ച് ചെയ്തു. ഒന്ന് ഫൗഖൽ ജബൽ, മറ്റൊന്ന് തഹ്ത ഷജറത്തി എന്നിങ്ങനെ എന്ത് ചെയ്യാം, ഓരോന്നിനും രണ്ടെണ്ണം എന്ത് ചെയ്യാം, മാച്ച് ചെയ്യാം. യഫ്ഹമു ദാരിസൂനൽ ജിഹാത്തി വയശീറുഹാ ബിനഫ്സിഹി. പഠിതാക്കൾ ഓരോ ദിശകളെയും മനസ്സിലാക്കി അതിലേക്ക് വരച്ചെടുക്കാനാണ്. യസ്ലു ദാരിസു ബിൽ മുനാസിബൈനി കമാ ഫിൽ മിസാലി ഫിൽ അൻഷ്യത്തിൽ അഖീറ. അവസാന ഭാഗത്ത് പഠിതാവ് ഓരോന്നിനും ഉദാഹരണത്തിൽ ഉള്ളതുപോലെ രണ്ടെണ്ണം കൊണ്ട് മാച്ച് ചെയ്യാനാണ്. ഈ നോക്കാൻ അപ്പുറത്തെ പേജ്. നഖ്താറുൽ കലിമാത്തി മിനൽ മുറബ്ബഇ വനുറത്തിമു. താഴെ കൊടുത്തിട്ടുള്ള കോളത്തിൽ നിന്ന് പദങ്ങൾ തെരഞ്ഞെടുത്ത് ക്രമീകരിക്കാനാണ്. അൽ ബഹായിമു ഫി യമീനിൽ ഇബ്നി വൽ ഖലറവാത്ത് തഹ്തഹു വത്ത്യൂറു ഫി ശിമാലിഹി വഅദവാത്തുൽ മൻസിലി ഫൗഖഹു. മകന്റെ കുട്ടിയുടെ വലതുഭാഗത്ത് എന്ത് കൊടുക്കണം, മൃഗങ്ങളെ പേരുകൾ കണ്ടത്. താഴ്ഭാഗത്ത് പച്ചക്കറികളും ഇടതുഭാഗത്ത് പക്ഷികളും വലതുഭാഗത്ത് വീട്ടുപകരണങ്ങളും ഇതിൽ നിന്ന് കണ്ടെത്താനാണ്. ഓരോ നമുക്ക് വായിക്കാം. തോവിലത്ത് എന്നാൽ എന്താ, തോവിലത്ത് മേശ, ബാമിയ വെണ്ട, ബബവ തത്ത, ഒനമുൻ ആട്, അർണബ് മുയല്, ടൊമാത്തിം തക്കാളി, ഹമാമത്ത് പ്രാവ്, ബഖറത്ത് പശു, ഉറാബ് കാക്ക, ഫഅ്സുൻ മഴു, ഖിയാറുൻ വെള്ളരി, ദൽവുൻ ബക്കറ്റ്. ഇനി നമുക്ക് കണ്ടെത്താം. കുട്ടിയുടെ വലതുഭാഗത്ത് എന്താ കണ്ടെത്തേണ്ടത്, മൃഗങ്ങളാണ്. അപ്പൊ ഒനമ് ആട്, അർണബ് മുയല്, ബഖറത്ത് പശു. താഴ്ഭാഗത്ത് പച്ചക്കറികളെ കണ്ടെത്തുന്നത് അല്ലെ, എന്തൊക്കെയാണ്, ബാമിയ വെണ്ട, ടൊമാത്തിൻ തക്കാളി, ഖിയാറുൻ വെള്ളരി. ഇനി ഇടതുഭാഗത്ത് എന്താ കണ്ടെത്തേണ്ടത്, പക്ഷികളാ കണ്ടെത്തേണ്ടത്. ബബഗാ തത്ത, ഹമാമത്ത് പ്രാവ്, ഖുറാബ് കാക്ക. ഇനി മുകൾ ഭാഗത്ത് വീട്ടുപകരണങ്ങളാ കണ്ടെത്തുന്നത്. തോവിലത്ത് മേശ, ഫഅ്സ് മഴു, ദൽവുൻ ബക്കറ്റ് എന്നിങ്ങനെ കണ്ടെത്താം. ഇനി നമുക്ക് നുലാഹിദുൽ മുദക്കർ വൽ മുഅന്നസ്. മുദക്കർ മുഅന്നസും ശ്രദ്ധിക്കാം. അബുൻ പിതാവ്, അത് മുദക്കറാണ്, പുല്ലിംഗാണ്. ഉമ്മുൻ മുഅന്നസ് എന്താണ്, ഉമ്മുൻ ഉമ്മ, അത് മുഅന്നസാണ്, സ്ത്രീയാണ്. ഉമ്മ സ്ത്രീലിംഗാണ്. അപ്പൊ പുല്ലിംഗത്തിന് മുദക്കർ എന്നും സ്ത്രീലിംഗത്തിന് എന്താ പറയാ, മുഅന്നസ് എന്ന് പറയാം. ഇബ്ന് മകന്, അതെന്താണ്, പുല്ലിംഗാണ്. അതിന്റെ മുഅന്നസ് എന്താണ്, ബിൻതുൻ മകള്, സ്ത്രീലിംഗാണ്. അഹുൻ സഹോദരൻ, എന്താണ്, പുല്ലിംഗമാണ്. അതിന്റെ സ്ത്രീലിംഗമാണെന്ത്, ഉഖ്ത് സഹോദരി അല്ലെ. ജദ്ദുൻ വല്ലിപ്പ, എന്താണ്, മുദക്കറൻ അഥവാ പുരുഷനാണ്, പുല്ലിംഗം എന്ന് പറയാം, പുല്ലിംഗാണ്. അതിന്റെ മുഅന്നസാണ് എന്ത്, ജദ്ദത്തുൻ അല്ലെ, ആണാണ്, സ്ത്രീയാണ്. ജദ്ദത്തുൻ സ്ത്രീയാണ്, എന്താണ്, മുഅന്നസാണ്, വല്യുമ്മ. സ്വദീഖുൻ കൂട്ടുകാരൻ, അത് മുദക്കറാണ്. അത് മുഅന്നസിന് പറയാം സ്വദീഖത്തുൻ കൂട്ടുകാരി. ദീഖുൻ പൂവങ്കോഴി, അതിന്റെ മുഅന്നസ് സ്ത്രീലിംഗം വരും ദജാജത്തുൻ എന്ന് പറയാ പിടക്കോയി. യുമാരിസു ദാരിസു ജമിഅൽ അൻഷിദി മുസാഅത്തിൽ മുഅല്ലിം, അധ്യാപകന്റെ സഹായത്തോടെ പഠിതാവ് മനസ്സിലാക്കുക. ഈ ലാസ്റ്റ് മുഅദ്ദിബു അറബീകരിക്കാം. പിതാവ് കസേരയിൽ ഇരുന്നു എന്നുള്ളതാണ്. അറബി പറയും ജലസൽ അബു അലൽ കുർസി, ജലസൽ അബു അലൽ കുർസി. രണ്ട്, ജാസിർ മഗ്രിബ് നിസ്കരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അറബി ആക്കാം സ്വല്ലാ ജാസിറുൻ സ്വലാത്തൽ മഗ്രിബി എന്നാണ്. മൂന്നാമത്തത് അനീസ് കൈ കഴുകി എന്നുള്ളതാണ്. ഇങ്ങനെ അറബീകരിക്കാം വസല അനീസുൻ അൽ യദാ എന്നുള്ളതാണ്. ഇനി നോക്കൂ, നുലാഹിദുൽ മുഫ്രദ് വൽ ജംഅ. മുഫ്രദ് എന്ന് മനസ്സിലാക്കാം. മുഫ്രദ് ജംഅ, മുഫ്രദ് ഏകവചനം, ജംഅ ബഹുവചനം. ഒന്നിന് മുഫ്രദ് എന്നും രണ്ടിൽ കൂടുതൽ ഇതിനൊക്കെ എന്ത് പറയാ, ജംഅ എന്ന് പറയാം. എന്ത് പറയാ, ജംഅ ബഹുവചനം. ഉളുവൻ അവയവം, അത് മുഫ്രദാണ്. അതിന്റെ ബഹുവചനം പറയും അഅ്ളാഉൻ അവയവങ്ങൾ. സഹറത്തുൻ പൂവ്, അതിന്റെ ബഹുവചനം അസ്ഹാറുൻ പൂക്കൾ. ഖാവിലത്തുൻ മേശ, അതിന്റെ ബഹുവചനം ഖാവിലാത്ത് മേശകൾ എന്ന് പറയാം. ഇനി നഖറഉ മിനൽ ഖുർആനി വനക്തശിഫു മിൻഹു അസ്മാഅൽ ജിഹാത്തി വനഖുത്തു തഹ്തഹ. താഴെ പറയുന്ന ഖുർആൻ പാരായണം ചെയ്തിട്ട് അതിന്റെ ജിഹത്തുകളെ പേരുകൾ, ദിശകളെ പേരുകൾ കണ്ടെത്തി താഴെ അണ്ടർലൈൻ ചെയ്യാനാണ്. നമുക്ക് നോക്കാം.
ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഇതിന്റെ അർത്ഥം എന്താണ്? താഴ്ഭാഗത്തിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗീയ ഉദ്യാനങ്ങൾ എന്നതിന്റെ അർത്ഥം. അപ്പൊ താഴ്ഭാഗം എന്നാണ് അവിടെ ദിഹത്തുള്ളത്. അതാണത് തഹ്തി എന്നുള്ളതാണ്. അതാണ് അവർക്ക് മുകളിൽ തൂർ പർവ്വതത്തെ നാം ഉയർത്തി. മുകൾ എന്ന് പറയുന്നതാണ് ഫൗഖ് എന്നുള്ളതാണ്. അതാണ് ഫൗഖ്. അനിൽ യമീനി വഅനിശ്ശിമാലി അസീം. വലത്തോട്ടും ഇടത്തോട്ടും കൂട്ടങ്ങളായി എന്നുള്ളതാണ്. ഇവിടെ രണ്ടെണ്ണം വരുന്നുണ്ട്, യമീന് വലത്തോട്ട്, ഷിമാൽ ഇടത്തോട്ട്. എന്നിട്ടവരത് അവരുടെ മുതുകുകളുടെ പിറകോട്ട് എറിഞ്ഞു കളഞ്ഞു. ഇവിടെ പിന്നിൽ എന്നാണ് ജിഹത്ത് ഭാഗം വരുന്നത്. ഇവിടെ എന്താ? പിന്നിൽ വറാ എന്ന് പറയും. എന്താണ് വറാ? ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുർ അമാമഹു. എന്നാൽ മനുഷ്യൻ അവന്റെ മുന്നോട്ടുള്ള പുനർജന്മത്തിൽ അധർമ്മകാരിയാകാനാണ് അവന്റെ ഉദ്ദേശം. ഇവിടെ മുന്നിൽ, മുന്നോട്ടുള്ള, അതിന്റെ വേടതാണ് അമാം എന്ന് പറയുന്നത്. എന്താണ് അമാം? വകാന തഹ്തഹു കൻസുൽ ലഹുമാ. അതിന്റെ ചുവട്ടിൽ അവർക്ക് ഇരുവർക്കുമുള്ള ഒരു നിധി ഉണ്ടായിരുന്നു. ഇവിടെ അടിഭാഗത്ത്, ചുവട്ടിൽ എന്താണ് എന്താ പറയാ? തഹ്ത് എന്നാണ് പറയാ. ഇനി അവസാനത്തെ വാക്ക് ഹയ്യ നൻസഹു അസ്മാ അൽ ജിഹാദ്. ദിശകളുടെ പേരുകൾ നമുക്ക് കൂട്ടിയാം, പകർത്താനാണ്. ഫൗഖ, തഹ്ത, യമീന്, ഷിമാലുൻ, വറാ, അമാം. ഇത് എഴുതാം. ഇതിനർത്ഥം നമുക്കറിയാം. ഫൗഖ് എന്നാൽ എന്താ? ഫൗഖ് മുകളിൽ, തഹ്ത് താഴ്ഭാഗത്ത്, യമീന് വലതുഭാഗം, ഷിമാല് ഇടതുഭാഗം, വറാ പിന്നിൽ, അമാമ് മുന്നിൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.